അങ്ങനെ ആദ്യമായി ഉണ്ടാക്കിയ റവ ഉരുണ്ട നമ്മൾ യൂട്യൂബിൻ്റെ ആൾക്കാരാണ്. എന്തുണ്ടാക്കണമെങ്കിലും ആദ്യം യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാം. വീട്ടിൽ ഒരുപാട് റവയുള്ളതുകൊണ്ട് ഉണ്ടാക്കി. എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കിയാൽ രാജാവിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് റവ ഉരുണ്ട ഉണ്ടാക്കി. സാലറി ഇനിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആശാൻ എന്ത് റവ ഉരുണ്ട കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. സാലറി കിട്ടിയാൽ പിന്നെ ഇതിനെക്കുറിച്ച് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പുറത്തുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ റവ ഉരുണ്ട കമൻറ്റ് അടിച്ചിട്ട് അവർ പോയിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ കഴിക്കുമോ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ ഒരു ബോക്സ് നിറയെ ഉണ്ടാക്കി വെച്ചു. ഇത് അവസാനത്തെ പീസാണ്. അത് പൊടിഞ്ഞു കിടക്കുക. സാലറി ഇനി ആശാന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭാര്യ ഉണ്ടാക്കിയത് അമൃതമാണ് എന്ന് വിചാരിച്ച് അവർ കഴിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം. ഫുൾ കാലിയാക്കി ഇതിന് വളരെ സന്തോഷമുണ്ട്. ഈ റവ ഉരുണ്ട കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കും കൂടി ഉണ്ട്. പണ്ട് ഒരു സമയത്ത് കുറേ കാലം വർഷങ്ങൾ മുന്നേ എനിക്ക് കല്യാണം കഴിക്കാത്ത മുന്നായിട്ട് അനിലേട്ടൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ എനിക്കൊരു കേക്ക് അവൻ്റെ ഫ്രണ്ട്സുമാർ ഒരു സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവന്ന് തന്നു. എൻ്റെ വീട്ടിലേക്ക് കേക്ക് കൊണ്ടുവന്ന് തന്നു. ഫ്രണ്ട്സുമാരെ കൊടുത്തയച്ചു വിട്ടിരുന്നു. ഇതുപോലെ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയ ശേഷമാണ് അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ അവർക്ക് ചായ വെച്ച് കൊടുത്ത് വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ റവ ഉരുണ്ട അവർക്ക് കൊടുത്തു. അത് കുറച്ച് ടൈറ്റ് കൂടിപ്പോയി. എന്നിട്ട് അവൻ്റെ കമൻ്റ് ആടി കഴിച്ചിട്ട് പറയേണ്ട ടൈറ്റ് കൂടി എനിക്ക് മധുരം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കൂല. ഏതെങ്കിലും കുറച്ച് ടേസ്റ്റ് ചെയ്യും, പിന്നെ ഞാൻ കഴിക്കൂല. അവർ പൊട്ടിക്കാൻ പറ്റാതെ അങ്ങനെ പോയി. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ലോറീൻ്റെ അടിയിൽ വെച്ചാൽ പോലും പൊട്ടാത്ത ഒരു റവ ഉരുണ്ട തന്നത് പെണ്ണുവീട്ടുകാർ ഇങ്ങനെ ചെയ്തു. ഫ്രണ്ട്സിന് ഇങ്ങനെ തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കി. ഇറ്റ്സ് ഓക്കെ. ഇപ്പം നോക്ക്, ഞാൻ ഉണ്ടാക്കിയ റവ ഉരുണ്ട കഴിച്ചിട്ട് എൻ്റെ ഭർത്താവ് ഹാപ്പി ആയിരിക്കുന്നില്ലേ? അതുപോലെയാണോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആകാൻ പാടില്ല. ഇതൊരു കോമഡി ആയിട്ട് നമ്മൾ ഏറ്റവും നമുക്ക് കോമഡി ആയി.